Assalamualaikum, welcome to the video. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡ്സ് റൂം മേക്ക് ഓവർ ആയിട്ടാണ്. നമുക്ക് എങ്ങനെ ചെറിയ രീതിയിൽ കിഡ്സ് റൂം ഡെക്കോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കുട്ടികളുടെ റൂമിൽ എപ്പോഴും ബ്രൈറ്റ് കളർ കർട്ടൻസ് ആണ് നല്ലത്, നല്ല വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇട്ടേക്കുന്നത് ബ്ലൂവിൻ്റെ തന്നെ 2 ഷെയ്ഡാണ്. പിന്നെ ഒരു ചെറിയ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. കാർപ്പറ്റ് ആയാലും ഒരു ക്രീം കളറാണ്, അപ്പോൾ പെട്ടെന്ന് അഴുക്കായാലും അങ്ങനെ അറിയില്ല. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ അവരുടെ പ്ലേ ഹൗസ് സെറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ചെറിയൊരു കാർപ്പറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ടോയ്സൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ പസിൽ മാറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇരുന്ന് കളിക്കാനൊക്കെ ആ ഏരിയ യൂസ് ചെയ്യുക. മോളുടെ സ്റ്റഡി ടേബിൾ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്യാണ്. പിന്നെ ഇതുപോലത്തെ സോഫ്റ്റ് ഡോൾസൊക്കെ ടേബിളിൻ്റെ 2 സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഹോളിൻ്റെ ഒരു സൈഡിൽ ഞാൻ ലെറ്റേഴ്സും നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് നോക്കി വായിക്കാനും. പിന്നെ കിഡ്സ് റൂമിൻ്റെ മെയിൻ ഡെക്കോറിൽ പെട്ടതാണല്ലോ നമ്പേഴ്സും ലെറ്റേഴ്സൊക്കെ. പിന്നെ എൻ്റെ താഴെയായിട്ട് ഞാനൊരു ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്കർ വെച്ച് എഴുതിയതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ മേടിച്ചേക്കുന്നത് ഇവിടുത്തെ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സിൽ നിന്ന് നല്ല ചീപ്പായിട്ട് ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഇത് ഞങ്ങൾ ഒരു സർക്കിൾ ക്യാൻവാസ് മേടിച്ചിട്ട് അതിൽ ഞങ്ങളുടെ ഹാൻഡ് പ്രിൻറ്റ് ചെയ്തതാണ്. ഈ യൂണിക്കോണും അവരുടെ പ്ലേ ഹൗസ് ഡിസൈനിനും മാച്ചായി കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇവിടെ മോളുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് കളർ പ്രിൻ്റ് എടുത്തിട്ട് വെറുതെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ റൂം മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.